വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഭാഗമാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് അഥവാ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു ക്ലാസ് ഇൻട്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. യുണൈറ്റഡ് നേഷൻസ് ഓർഗൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 6 ഓർഗൻസ് വരുന്നുണ്ട്. ആ 6 ഓർഗൻസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഏതെല്ലാമാണ് 6 ഓർഗൻസ് എന്ന് നമുക്ക് 6 ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേന്ന് പറയുന്നത് പൊതുസഭ എന്നറിയപ്പെടുന്ന ജനറൽ അസംബ്ലിയാണ് കേട്ടോ. പൊതുസഭ എന്നറിയപ്പെടുന്ന ജനറൽ അസംബ്ലിയാണ്. ദെൻ രണ്ടാമത്തേത് എന്ന് പറയുന്നത് സെക്യൂരിറ്റി കൗൺസിലാണ് കേട്ടോ. സെക്യൂരിറ്റി കൗൺസിലാണ്. ദെൻ മൂന്നാമത്തേത് എന്ന് പറയുന്നത് ദ എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ കൗൺസിലാണ് കേട്ടോ. ദ എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ കൗൺസിലാണ്. ദെൻ നാലാമത്തെ ഓർഗൻ എന്ന് പറയുന്നത് ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ്. ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ്. ദെൻ അഞ്ചാമത്തെ ഓർഗൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അഥവാ ICJ. ഓക്കെ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ദെൻ ആറാമത്തെ ഓർഗൻ ആണ് സെക്രട്ടേറിയറ്റ്. ഓക്കെ, സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് ആറാമത്തെ ഓർഗനാണ്. അപ്പം ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 UN ഓർഗൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിനെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? ജനറൽ അസംബ്ലിയാണ്. ജനറൽ അസംബ്ലി. ഓക്കെ, ജനറൽ അസംബ്ലി എന്ന് പറയുന്നത് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് UN ബന്ധപ്പെട്ട് നിയമനിർമ്മാണം എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ നടപ്പിലാക്കുന്ന UN ഓർഗനാണ് എന്ത്? ജനറൽ അസംബ്ലി എന്ന് പറയാം. അപ്പം നിയമനിർമ്മാണമാണ് പ്രധാനമായിട്ടും ഇവരുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നിർമ്മാണമാണ് കേട്ടോ. നിയമനിർമ്മാണമാണ് ഇത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഓരോ അംഗരാജ്യത്തിനും 5 റെപ്രസെൻറ്റേറ്റീവ്സിനെ വിടാനായിട്ട് പറ്റും. ഓക്കെ, 5 റെപ്രസെൻറ്റേറ്റീവ്സിനെ വിടാനായിട്ട് പറ്റും. അതായത് ഫോർ ഈച്ച് മെമ്പർ there will be 5 representatives. ഓക്കെ, 5 പ്രതിനിധികൾ ഒരു മെമ്പറിനെ കുറിക്കുന്നതായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ജനറൽ അസംബ്ലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു രാജ്യത്തിനും ഒരു വീറ്റോ പവർ ഇല്ല. ഓക്കെ, വീറ്റോ പവർ എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടുള്ള അധികാരമാണ്. വീറ്റോ പവർ എന്ന് പറയുന്നത് ഓരോ രാജ്യത്തിനും ഇല്ല. ഓക്കെ, ദെൻ ഇതിൻ്റെ ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ഇന്ത്യൻ എന്ന് പറയുന്നത് വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊന്ന് പറഞ്ഞു പോയിരുന്നു. വിജയലക്ഷ്മി പണ്ഡിറ്റാണ് ഇതിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം ആകുന്നത് 1953 കേട്ടോ. വിജയലക്ഷ്മി പണ്ഡിറ്റ് ഇതിന്റെ ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് ആകുന്നതെന്ന് പറയുന്നത് 1953. ഓക്കെ, ഇനി ഈ ജനറൽ അസംബ്ലിയെ സംബന്ധിച്ചിടത്തോളം ജനറൽ അസംബ്ലിക്ക് 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റികളുണ്ട്. ഓക്കെ, 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മിറ്റികളുണ്ട്. ഇതിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത്, അപ്പോൾ വിജയലക്ഷ്മി പണ്ഡിറ്റ് പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യനാണ്. ഇതിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഓർത്ത് വയ്ക്കുക, പോൾ ഹെൻറി സ്പാക്ബൻ ആണ് കേട്ടോ. പോൾ ഹെൻറി സ്പാക്ബൻ. പോൾ ഹെൻറി സ്പാക്ബൻ. പോൾ ഹെൻറി സ്പാക്ബൻ ആണ് എന്താ ഇതിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. UN സംബന്ധിച്ചിടത്തോളം UN ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് ജനറൽ അസംബ്ലിയാണ്. UN ഏറ്റവും വലിയ ഓർഗൻ എന്ന് പറയുന്നത് ആരാണ്? ജനറൽ അസംബ്ലിയാണ്. ലോക പാർലമെന്റ് എന്നറിയപ്പെടുന്നത് ഇതാണ് കേട്ടോ. ലോക പാർലമെന്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ ജനറൽ അസംബ്ലിയാണ്. ഈ ഒരു ഭാഗം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ന്യൂയോർക്ക് ചോദിച്ചിട്ടുണ്ട്. വീറ്റോ പവറിന്റെ കാര്യം ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ വിജയലക്ഷ്മി പണ്ഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, പോൾ ഹെൻറി സ്പാക്ബന്റെ കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ഇത്രയാണ് ജനറൽ അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തേന്ന് പറയുന്നതാണ് സെക്യൂരിറ്റി കൗൺസിൽ. ഓക്കെ, രണ്ടാമത്തേന്ന് പറയുന്നത് സെക്യൂരിറ്റി കൗൺസിലാണ്. ഈ സെക്യൂരിറ്റി കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ UN കാര്യനിർവഹണ വിഭാഗമാണ് കേട്ടോ. കാര്യനിർവഹണം ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരു ഓർഗൻ ആണെന്ന് പറയുന്നത് സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത്. ഈ സെക്യൂരിറ്റി കൗൺസിലുള്ള അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 15 അംഗങ്ങളാണ് മൊത്തത്തിലുണ്ടാവുക. ഓക്കെ, 15 അംഗങ്ങളാണ് മൊത്തത്തിലുണ്ടാവുക. ഈ 15 അംഗങ്ങളെ നമുക്ക് ഇതിൽ 10 പേരെന്ന് പറയുന്നത് ടെമ്പററി ആയിട്ടുള്ള അംഗങ്ങളാണ്. അതായത് ഇവരെന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള അംഗങ്ങളാണ്. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 2 വർഷമാണ് കേട്ടോ. 2 വർഷം കഴിയുമ്പോൾ പുതിയ ആളുകൾ വന്നിട്ടേയിരിക്കും. 5 അംഗങ്ങൾ എന്ന് പറയുന്നത് സ്ഥിരമാണ്, പെർമനന്റ് മെമ്പേഴ്സ് ആണ്. ഇതിൽ ആരൊക്കെയാണ് ഈ പെർമനന്റ് മെമ്പേഴ്സ് എന്നുള്ളത് പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. അത് ഓർത്ത് വെച്ച് പഠിക്കുക. അതായത് ആദ്യത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുണ്ട്, ദെൻ വന്നിട്ട് ബ്രിട്ടൻ ഉണ്ട്, ദെൻ വന്നിട്ട്
ചൈനയുണ്ട്, പിന്നെ വന്നിട്ട് ഫ്രാൻസ്, അതുപോലെ റഷ്യ. ഓക്കെ, ഇത്രയും പേരാണ് 5 പെർമനന്റ് അംഗങ്ങൾ എന്ന് പറയുന്നത്. അമേരിക്ക, ബ്രിട്ടൻ, ചൈന, ഫ്രാൻസ് ആൻഡ് റഷ്യ ആണ് 5 പെർമനന്റ് അംഗങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം, ഈ ഒരു ഇതിൻ്റെ പെർമനന്റ് ആയിട്ടുള്ള അംഗങ്ങളെ പറ്റിയിട്ടുള്ള പെർമനന്റ് മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ന്യൂസുകളൊക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചു വെക്കുക. ഏതെല്ലാമാണ് ആ രാജ്യങ്ങളെന്നുള്ളതും പ്രത്യേകം ഓർത്ത് വയ്ക്കുക. പെർമനന്റ് മെമ്പേഴ്സ് ആരെല്ലാമാണെന്ന് ഓർത്ത് വയ്ക്കുക. ഈ സെക്യൂരിറ്റി കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പെർമനന്റ് ആയിട്ടുള്ള അംഗങ്ങൾ, ഈ 5 പേർക്കെന്ന് പറയുന്നത് അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പവർ ഉണ്ട്. അതാണെന്ത്, ഇവർക്ക് വീറ്റോ പവർ ഉണ്ട്. ഓക്കെ, ആർക്കും ഇവർക്ക് എന്ത് പവർ ഉണ്ട്? ഇവർക്ക് സ്പെഷ്യൽ ആയിട്ടൊരു വീറ്റോ പവർ ഉണ്ട്. അപ്പം എല്ലാ തീരുമാനങ്ങളുടെയും ഒരു എൻഫോഴ്സ്മെന്റ് വിങ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് ഇതിനെയാണ് കേട്ടോ. ഈ എല്ലാ തീരുമാനങ്ങളുടെയും ഒരു എൻഫോഴ്സ്മെന്റ് വിങ് എന്ന് പറഞ്ഞിട്ട് ആരാണ്? അത് സെക്യൂരിറ്റി കൗൺസിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെക്യൂരിറ്റി കൗൺസിലുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കാം. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ സാമ്പത്തിക സാമൂഹിക എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ കൗൺസിലാണ് അടുത്തതെന്ന് പറയുന്നത്, മൂന്നാമത്തെ ഓർഗൺ എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക്കൽ ആൻഡ് സോഷ്യൽ കൗൺസിൽ എന്ന് പറയുമ്പോഴേക്കും എന്താണ്, ഇതിൻ്റെ ഉള്ള 54 അംഗങ്ങളാണുള്ളത് കേട്ടോ. ഇതൊന്നും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. സെക്യൂരിറ്റി കൗൺസിൽ, ജനറൽ അസംബ്ലി, അതുപോലെ തന്നെ നമ്മളിനി പറയാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓർത്ത് വയ്ക്കുക. എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിലുള്ള 54 അംഗങ്ങളുണ്ട്. 1/3 അംഗങ്ങൾ എന്ന് പറയുന്നത് ഓരോ വർഷവും എന്ത് ചെയ്യും? വിരമിക്കും കേട്ടോ. ഓരോ വർഷവും എന്ത് ചെയ്യും? ഓരോ 3 വർഷം കൂടുമ്പോൾ വിരമിക്കും. ദെൻ 3 ഇയർ ആണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ആ ഒരു അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. ഇത്രയും ഇമ്പോർട്ടൻ്റ് അല്ല, എന്തെന്നാലും ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കാം. അടുത്തതാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഭരണനിർവഹണം നടത്തുന്ന ഒരു ബോഡിയാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ UN-ന്റെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത് ഇതാണ്, സെക്രട്ടേറിയറ്റ് ആണ് ചെയ്യുന്നത്. ഇതിനെ ഹെഡ് ചെയ്യുന്ന ഓഫീസറിന്റെ പേരാണെന്ത്? സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, സെക്രട്ടറി ജനറൽ നമ്മളിപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ് സെക്രട്ടറി ജനറൽ. അപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ ഹെഡാണ് സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ വസതി അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ താമസസ്ഥലം അറിയപ്പെടുന്ന പേരാണ് സട്ടൺ പ്ലേസ് ആണ് അറിയപ്പെടുന്നത്. കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ് കേട്ടോ. 5 വർഷമാണ് ഈ ഒരു സെക്രട്ടറി ജനറലിന്റെ കാലാവധി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ എന്ന് പറയുന്നത് നമ്മുടെ അന്റോണിയോ ഗുട്ടറസ് 2017 മുതലാണ്. അന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ അദ്ദേഹം എന്ന് പറയുന്നത് പോർച്ചുഗലിന്റെ പഴയ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു കേട്ടോ. പോർച്ചുഗലിന്റെ പഴയ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം, അന്റോണിയോ ഗുട്ടറസ്. ദെൻ ആദ്യത്തെ എന്ന് പറയുന്നത് ട്രിഗ്വേലിയാണ്. അദ്ദേഹം ഒരു നോർവേക്കാരനായിരുന്നു കേട്ടോ. നോർവേ ആയിരുന്നു അദ്ദേഹം. ഓർത്ത് വയ്ക്കുക, ട്രിഗ്വേ ഹാൽഡൻ ലീ എന്നാണ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര്. ഓക്കെ, അദ്ദേഹമായിരുന്നു ഫസ്റ്റ് സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ഒരു മലയാളിയാണ് ആര്? ശശി തരൂർ കേട്ടോ. ശശി തരൂർ ഈ ഒരു സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹം അണ്ടർ സെക്രട്ടറി ജനറൽ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടിരുന്നത്. കോഫി അന്നൻ ലീഡർഷിപ്പിന്റെ സമയത്ത് ഇവിടുത്തെ ഒരു അണ്ടർ സെക്രട്ടറി ജനറലൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത വ്യക്തിയാണ് ശശി തരൂർ. ഓക്കെ, അപ്പം ഈ കാര്യം ഓർത്ത് വയ്ക്കുക. ദെൻ അടുത്തതെന്ന് പറയുന്നത് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്ന ബോഡിയാണ്. ഓക്കെ, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ നിലവിൽ ഇങ്ങനൊരു ബോഡി ഇല്ല. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്ന ബോഡി നിലവിലില്ല. അപ്പം എന്താണ് ഈ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരും ഇതുവരെ ഭരണം എസ്റ്റാബ്ലിഷ് ചെയ്യാത്ത ഒരു ഏരിയ ഉണ്ടായി, സ്വയം ഭരണമില്ലാത്ത ഏതെങ്കിലും ഒരു പ്രദേശങ്ങളുടെ കാര്യനിർവഹണം, അവരുടെ ഭരണനിർവഹണവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ബോഡിയായിരുന്നു ഇത്, ഈ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. ഇതുവരെ ഒരു സ്വയം ഭരണത്തിലേക്ക് എത്താത്ത റീജിയൻസിന്റെ ഭരണം നടപ്പിലാക്കുന്ന ഒരു കൗൺസിലാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്ന് പറയുന്നത്. ഇത് 1994 വരെ മാത്രമേ ഇതിന് എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ നിന്ന് അവസാനം, അതായത് ലാസ്റ്റ് ഈ ഒരു ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ട്രസ്റ്റിഷിപ്പ് ഏറ്റെടുത്തിരുന്ന പ്രദേശം എന്ന് പറയുന്നത് പലാവ് എന്ന് പറയുന്ന പ്രദേശമാണ് കേട്ടോ. പലാവ് എന്ന് പറയുന്ന പ്രദേശമാണ് ലാസ്റ്റ് ആയിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ട്രസ്റ്റിഷിപ്പ് കൗൺസിലുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളൂ. ദെൻ അടുത്തത് വന്നിട്ട് ICJ ആണ്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ്. ലോക കോടതി എന്നറിയപ്പെടുന്നതാണ് കേട്ടോ. ലോക കോടതി എന്നറിയപ്പെടുന്ന ICJ ആണ്. അതുപോലെ ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഹേഗിലാണ്, നെതർലൻഡ്സിലെ ഹേഗിലാണ് ഇതിന്റെ ആസ്ഥാനം. അതായത് ന്യൂയോർക്ക് വിട്ടിട്ട് ബാക്കി 5 ഓർഗൻസിന്റെയും ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂയോർക്കിലായിരുന്നു. ന്യൂയോർക്ക് വിട്ടിട്ട് ഒരു സ്ഥലത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള UN-ന്റെ ഓർഗൻ എന്ന് പറയുന്നത് ICJ ആണ്. നെതർലൻഡ്സിലെ ഹേഗിലാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്.
അങ്ങനെ ഈ ഒരു ICJ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ 15 ജഡ്ജിമാരുണ്ട് കേട്ടോ. 15 ജഡ്ജിമാരുണ്ട്. ഈ ജഡ്ജിമാരുടെ ഒരു കാലാവധി എന്ന് പറയുന്നത് 9 വർഷമാണ്. 9 വർഷമാണ്. ഇതിൻ്റെ ലാംഗ്വേജ്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷാണ്. ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷാണ് ഇവരുടെ ഒഫീഷ്യലായിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി ഈ ICJയിലെ സ്ഥിര അംഗത്വം ലഭിച്ച ഇന്ത്യക്കാരനായിരുന്നു ആര്? ജസ്റ്റിസ് BN റാവു അല്ലേ? നമ്മുടെ ആരായിരുന്നു? ജസ്റ്റിസ് BN റാവു ആരായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതാണല്ലേ. ആരാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലിയുടെ അഡ്വൈസർ ആയിരുന്നു ആര്? ജസ്റ്റിസ് BN റാവു എന്ന് പറയുന്ന വ്യക്തിത്വം. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ UN-നുമായിട്ട് ബന്ധപ്പെട്ട UN-ന്റെ ഓർഗൻസ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ച് വേറെ ഇന്റർനാഷണൽ ആയിട്ടുള്ള കുറച്ച് ബോഡീസിനെ പറ്റി പഠിക്കാനുണ്ട്. ലൈക്ക് WHO, WTO, UNICEF, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.